ഗുഡ് ആഫ്റ്റർനൂൺ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കാം അടുത്ത അരമണിക്കൂർ നേരം. ആദ്യ വാർത്തയിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ സൂചിപ്പാറയിൽ നടത്തിയ തിരച്ചിലിൽ കാലും തലയും കണ്ടെത്തി. കാന്തൻപാറയ്ക്ക് താഴെ നടത്തിയ തിരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ശരീരഭാഗങ്ങൾ മേപ്പാടി CHCയിൽ എത്തിച്ചിട്ടുണ്ട്. സുജിത് അയ്യപ്പ് എത്തിച്ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മേപ്പാടിയിൽ നിന്നും. സുർജിത്ത്, ഇന്നും തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ അതിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരച്ചിലിന്റെ ഇപ്പോഴത്തെ പുരോഗതി എന്താണ്? ഇനിയുള്ള ദിവസങ്ങളിലും തിരച്ചിൽ ഉണ്ടാകുമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, സൂചിപ്പാറയ്ക്കും കാന്തൻപാറയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ തെരച്ചിലാണ് ഇന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് ഒരു കുഞ്ഞിന്റെ തലയോട്ടിയാണ്, മറ്റൊന്ന് ഒരു കാലിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം തന്നെ മരത്തടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന നിലയിലാണ് ഈ ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. ഈ മരത്തടി മാറ്റിക്കൊണ്ട് നടത്തിയ തിരച്ചിൽ വലിയ രീതിയിൽ ഒരു ദുർഗന്ധം അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. കൽപ്പറ്റയിൽ നിന്ന് 25 സംഘം 3 ടീമുകളായി തിരിഞ്ഞ് ഹെലികോപ്റ്റർ മാർഗം ഈ സൂചിപ്പാറ മേഖലയിലേക്ക് ഇന്ന് രാവിലെ 9:30 മുതൽ പോയിരുന്നു. ആ 9:30 മുതൽ പോയ ആ ഒരു തിരച്ചിൽ, അതിൽ ഒരു സംഘത്തിനാണ് ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത്. മൃതദേഹങ്ങൾ കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ മാർഗം തന്നെ എത്തിച്ചു. അതിനുശേഷം അത് നേരെ CHCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഈ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വനമേഖലയിലടക്കം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ധാരാളം മരത്തടികളും മറ്റും വന്നടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റുക എന്നുള്ളത് യന്ത്രസഹായത്തിൽ ഒരിക്കലും പ്രായോഗികമല്ലാത്ത സ്ഥിതിയാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ എവിടേക്ക് എത്തിച്ച് നടത്തുന്ന തെരച്ചിൽ മാത്രമേ ഇത്തരത്തിൽ കണ്ടെത്തൽ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും മൃതദേഹം CHCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിൻ, ശരി. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കള്ളവോട്ട് കൊണ്ട് പിടിച്ചെടുത്ത ബാങ്കുകൾ നടത്തുന്നത് കാണട്ടെ. പത്തനംതിട്ട ജില്ലയിൽ 21ാമത് ബാങ്കാണ് പോലീസിനെ ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് പിടിച്ചെടുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സഹകരണ മേഖല അതിജീവിക്കട്ടെ എന്നായിരുന്നു ഇതുവരെയുള്ള നിലപാടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. സർക്കാരിന് കൊടുത്തിരുന്ന ഈ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങൾ കൊടുത്തിരുന്ന പിന്തുണ ഞങ്ങൾ പിൻവലിക്കുകയാണ്. കഴിഞ്ഞ 21ാമത്തെ ബാങ്കാണ് ഈ ജില്ലയിലെ CPM പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കള്ളവോട്ട് ചെയ്തും പിടിച്ചെടുക്കുന്നത്. ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത് 5ാമത്തെ ബാങ്കാണ് ചെയ്യുന്നത്. ഒരു തരം നാണമില്ലാത്ത പോലീസായി ഈ ജില്ലയിലെ പോലീസ് മാറിയിരിക്കുകയാണ്. അവരൊക്കെ ചെവിയിൽ നിന്നുള്ളിക്കോ. ഒറ്റ ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾ നിയമപരമായി ഗൗരവമായി ഇത് നേരിടാൻ പോവുകയാണ്. പന്തളത്ത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു കയ്യേറ്റ ശ്രമം. മുതിർന്ന നേതാക്കളും പോലീസും ചേർന്നാണ് ഈ പ്രശ്നം തണുപ്പിച്ചത്. AV ജയശങ്കർ നൽകും കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം, അത് എന്താണ് പശ്ചാത്തലം? നേരത്തെ ഇപ്പോൾ പറഞ്ഞാൽ പോലീസിന്റെ മർദ്ദനമേറ്റ പ്രവർത്തകരെ കാണാൻ അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നു. അതിനുശേഷം പിന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രവർത്തകർ തിരിയാനുള്ള കാരണം എന്താണ്? അതായത് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇതിനിടയിൽ കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ സുജു ഈ ബാങ്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് കാറിലേക്ക് മടങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ തിരിയുന്നത്. ഇദ്ദേഹത്തെ മർദ്ദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹത്തിന് അടുത്തേക്ക് ഓടി നീങ്ങി. ചില മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും എല്ലാം ചേർന്നാണ്, പോലീസും എല്ലാം ചേർന്നാണ് ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയത്. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അത്തരത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മറ്റും പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൺവട്ടത്ത് വെച്ചാണ് ഒരു മാധ്യമ പ്രവർത്തകന് നേരെ മർദ്ദനം ഉണ്ടാകുന്നത്. അയാൾ ഏത് മാധ്യമ സ്ഥാപനത്തിൻ്റെ കൂടി ആവട്ടെ, അയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിനെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിലാണ് മർദ്ദിക്കാൻ വേണ്ടി ഒരു കൂട്ടം പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുമ്പോട്ട് വരുന്നത്. ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ ഇതാവുന്ന രീതിയിലുള്ള ചില
പ്രകോപിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ പ്രകോപിതരായാണ് ഇവർ ഇദ്ദേഹത്തിന് നേരെ, കൈരളിയുടെ റിപ്പോർട്ടർ സുജുവിന് നേരെ ആഞ്ഞെടുക്കുന്നത്. ഈ പ്രദേശത്തെ മുതിർന്ന ചില നേതാക്കളെല്ലാം ചേർന്നാണ് വിഷയം ശാന്തമാക്കിയത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് കാറിൽ നിന്ന് ഇറങ്ങി വരികയും ഈ പ്രവർത്തകരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നൊരു പാർട്ടി തങ്ങൾക്കെതിരായ ഒരു ചോദ്യം വരുമ്പോൾ ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യേണ്ടെന്ന വലിയൊരു ചോദ്യം എന്തായാലും ഉണ്ട്. എന്തായാലും മർദ്ദിക്കാനുള്ള ശ്രമം മാത്രമാണ് നടന്നത്. ചില നേതാക്കളുടെയും പോലീസിൻ്റെയും എല്ലാം ഇടപെടൽ കൊണ്ട് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ മർദ്ദിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകർ ഓടിയെത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷം ഉണ്ടാകുന്നത്. പോലീസ് ഇവിടെ ലാത്തി വീശി. ഈ പോലീസ് നടപടിയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്നത്. ഇവരെ കാണാനാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്, ഈ ആശുപത്രിയിൽ എത്തിയത്. ഈ ആശുപത്രി വരാന്തയിൽ വെച്ചാണ് ഈ രോഗികളെ ചികിത്സിക്കുന്ന, മനുഷ്യന് പുതുജീവൻ നൽകുന്ന, അവനെ സംരക്ഷിക്കുന്ന ആശുപത്രി പരിസരത്ത് വെച്ചാണ് ഒരു മാധ്യമ പ്രവർത്തകന് നേരെ കയ്യേറ്റം ഉണ്ടാകുന്നത്. നിരാശാജനകമാണ്. എന്തായാലും ഈ മർദ്ദനത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഈ സംഘർഷം സമാപിച്ചതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തകരെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഈ നടപടി പക്ഷേ മറ്റ് പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ സുജു പോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും സ്ഥാപനവുമായി മറ്റുമെല്ലാം കൂടി ആലോചിച്ച് ഇത്തരം നടപടികളിലേക്കും കിടക്കാം. എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ ഒരു കാരണവശാലും ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. വ്യക്തമാണ്. വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. കളമശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിർമ്മിച്ച അനധികൃത കെട്ടിടം പൊളിച്ചു മാറ്റുകയാണ്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെതാണ് നടപടി. കെട്ടിടത്തിനുള്ളിലും സമീപത്തുമായി കണ്ടെത്തിയത് വൻ മാലിന്യ കൂമ്പാരമാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി. അശ്വിൻ, ഇത് കളമശ്ശേരിയിലെ ഏത് ഭാഗത്താണ് ഇത്തരത്തിലൊരു അധികൃത കെട്ടിടം നിർമ്മിക്കുന്നതുണ്ടായത്? എന്താണ് ഇതിൽ നഗരസഭ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ അവിടുത്തെ ബിവറേജിന് സമീപമുള്ള ഒരു വലിയ പ്രദേശമാണിത്. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്കെടുത്ത് അവരുടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആക്രി സാധനങ്ങളും വലിയ തോതിൽ മാലിന്യ കൂമ്പാരവും ഒക്കെയായി ഒരു വലിയൊരു മാലിന്യ ഡംപിംഗ് യാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് ഈ സ്ഥലത്തെ കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാറ്റിയിരിക്കുന്നു. അതിന് ചേർന്നായി ഒരു ചെറിയ കെട്ടിടവും ഇവർ പണിതിരുന്നു. ആ കെട്ടിടമാണിപ്പോൾ ഇത് ഉപയോഗിച്ച് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പൂർണ്ണമായും തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ കെട്ടിടത്തിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ടെത്തിയത് വൻ ലഹരി ശേഖരം കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം ഈ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ ആളുകൾ ഇതാണ് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ ഈ കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുക്കളുടെ ഒരു പാക്കറ്റാണിത്. ഇങ്ങനത്തെ നിരവധി പാക്കറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സാറ് ഏത് സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഒരു പരിശോധനയും ഈ ഒരു നടപടിയും എടുത്തത്? ഇത് ഒരു പരിശോധനയല്ല. KBR 2019 റൂള് 4 പ്രകാരം അതിൻ്റെ ലംഘനമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളും എല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തുള്ള ആളുകളുടെ കൂട്ടായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി 8/8 ഇതിന് നോട്ടീസ് നൽകി. ഇപ്പോൾ നിലവിലിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ താമസം ഉണ്ടായിരുന്നല്ലോ ഇതര സംസ്ഥാനത്തോട്? ആദ്യഘട്ടത്തിൽ വരുമ്പോൾ താമസമില്ലായിരുന്നു. ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഈ ആളുകൾ പാർക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. തുടർ നടപടി അവരെ എവിടേക്കെങ്കിലും മാറ്റും അങ്ങനെ എന്തെങ്കിലും? അതൊന്നും നഗരസഭയെ സംബന്ധിച്ചുള്ള ബാധ്യതയല്ല. കാരണം ഇത് നഗരസഭയുടെ പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു അനധികൃത നിർമ്മാണം തന്നെയല്ല. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ മേലേക്കടെ പോകുന്ന 220 kV കൊടംകുളം നിന്ന് വരുന്ന ഒരു ഗ്രിഡ് ലൈനാണ്. അപ്പോൾ ഇതിന് കീഴെ ഒരു താൽക്കാലിക നിർമ്മാണം ബേസിക്കലി അനുവദനീയമല്ല. ഇലക്ട്രിസിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാവാം ഒരു താൽക്കാലിക കണക്ഷൻ ലഭ്യമാക്കിയിരുന്നു. എന്തായാലും ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ആ കണക്ഷൻ ഇവിടെ വിച്ഛേദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഒരു ഗുരുതരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഈ ടെമ്പററി നിർമ്മാണത്തിൻ്റെ ഷീറ്റുകളോ എന്തെങ്കിലും പറന്ന് ലൈനിൽ തട്ടി ചിലപ്പോൾ ഒരു ബ്ലാസ്റ്റോ തീപിടുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവഹാനി വരെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ
നമ്മൾക്ക് ഒരുപാട് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രജിനെ അവർ പറയുന്ന ഗുരുതരമായൊരു പ്രശ്നം കൂടിയുണ്ട്. അത് കൂടംകുളം പദ്ധതിയുടെ ഭാഗമായി പോകുന്ന 220 kV ശേഷിയുള്ള വൈദ്യുതി പ്രഹര ശേഷിയുള്ള വൈദ്യുതി ലൈനുകളാണ്. ഇവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ വലിയ അപകടം ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നഗരസഭാ ആരോഗ്യ വിഭാഗം എല്ലാം ചേർന്നത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഈ സ്ഥലം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇവരെത്തിയിട്ടുമുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് കളമശ്ശേരിയിൽ നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. നികുതി വെട്ടിപ്പാരോപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കേന്ദ്ര GST ഇന്റലിജൻസിന്റെ നോട്ടീസ്. ചാരിറ്റബിൾ സംഘടന എന്ന പേര് നിലനിർത്താൻ ഷെൽ കമ്പനികൾ രൂപീകരിച്ചു എന്നാണ് ആരോപണം. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. രാധാകൃഷ്ണൻ, എന്താണ് ഇത്തരത്തിലൊരു പുതിയ ആരോപണം വന്നിരിക്കുന്നത് IMAക്കെതിരെ? ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? നേരത്തെ തന്നെ GSTയുടെ ഇന്റലിജൻസ് വിഭാഗം ഈ IMA നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് GST വെട്ടിപ്പ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. കേരള ഘടകം മാത്രം ഏതാണ്ട് 50 കോടിയോളം രൂപയുടെ GST വെട്ടിപ്പ് നടത്തി എന്നുള്ള നിഗമനമാണ് ഈ GST ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഇതിന് തുടർച്ചയായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ GST വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന എന്ന രീതിയിൽ IMA പ്രവർത്തിച്ച് GST അടയ്ക്കാനുള്ളത് അത് ഒടുക്കാതെ പോവുകയാണ് ചെയ്ത് വന്നിരുന്നത്. ഇതിന് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ GST വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഡോക്ടർമാരുടെ പക്കൽ നിന്നടക്കം ഇൻഷുറൻസ്, ഒപ്പം ഗൃഹനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ GST ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഡോക്ടർമാരിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല. വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളോ ഡോക്ടർമാരുടെ ക്ഷേമ പദ്ധതികളോ അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പരിധിയിൽ വരില്ല. ഇത് മറയ്ക്കാനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അതിന്റെ പേരിലാണ് ഈ ഇടപാടുകൾ നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സംഘടന ആയിട്ടുള്ള IMAയ്ക്കും നേരെ GST വകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര GST ഇന്റലിജൻസ് ആണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചാരിറ്റബിൾ സംഘടന എന്ന പേര് നിലനിർത്താൻ ഷെൽ കമ്പനികൾ IMA രൂപീകരിച്ചു എന്നാണ് അവർക്കെതിരുള്ള ഗുരുതരമായ ആരോപണം. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ലൈവ് ന്യൂസ് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും DK ശിവകുമാർ പറഞ്ഞു. See, we have done our best. You know, our parliament member also came. Your local, our parliament member, our friend also had come there. They know the problem. It is a very dangerous place. We wanted to protect. We wanted to this one. So even the military or even the even Raghavan had a meeting with a lot of our officials also. We are trying to trace it. There is 1 kilometer of water. You should know that the river of water. It has just washed away. It is very difficult, but still we have hopes that we are continuing with our efforts. അരുൺ പൂപ്പറമ്പ് ചെയ്യുന്നുണ്ട് കർണാടകയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ശിരൂരിലെ തിരച്ചിൽ അത് തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം തന്നെ വലിയ വെല്ലുവിളിയാണ് അത് എന്നും പറയുന്നു. സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും, അത് എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ DK ശിവകുമാർ? പ്രജിൻ, ഇതിൽ നേരത്തെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം അതിനൊരു കാരണമായി കർണാടക പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് DK ശിവകുമാർ ഇന്ന് ആവർത്തിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തെരച്ചിലിന് പ്രതിസന്ധിയാകുന്നു എന്നതാണ്. അത് നേരത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ ഇപ്പോഴും 5 നോട്ട്സിന് മുകളിലാണ് നിലവിലെ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. അതൊരു 3 നോട്ട്സിൽ എത്തിയാൽ മാത്രമേ നാവികസേനയ്ക്ക് പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ സാധ്യമാകൂ എന്നതാണ്. 3.5 നോട്ട്സിലേക്ക് എത്തിയാൽ മാത്രമേ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുന്ന മറ്റ് സംവിധാനങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാൻ കഴിയൂ എന്നതാണ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത് ഇന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അത് ആവർത്തിക്കുന്നു. കർണാടക സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഈ ശിരൂർ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇപ്പോഴും ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല.
DK ശിവകുമാർ പറയുന്നത് തെരച്ചിൽ പുനരാരംഭിക്കും, അവർ ഇത് നിർത്തിയിട്ടില്ല, അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാണ് ഇവർ പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്ന കാര്യം നിലവിൽ ഇപ്പോൾ സംശയമാണ്. ജില്ലാ ഭരണകൂടവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കും. അതിനുശേഷം ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ, അനുകൂലമായാൽ അവർ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കും എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നാളെ അതിനുശേഷമായിരിക്കും നാവികസേനയെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ജില്ലാ ഭരണകൂടം അറിയിക്കുക. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ച ഘട്ടത്തിൽ 5 നോട്ട്സ് മുകളിലാണ് ഈ അടിയൊഴുക്ക് എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിലവിൽ പറയുന്നത്. നാളെ പരിശോധിക്കുന്നതിന് മുമ്പ് 3 നോട്ട്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. സ്വാഭാവികമായും തെരച്ചിലിൽ ഇപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് റിയാലിറ്റിയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അടിയൊഴുക്കാണ് ശിരൂരിലെ തെരച്ചിലിന് വിലങ്ങ് തടിയായി നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ തകഴി കുന്നുമേൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. മരണകാരണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. വിശദാംശങ്ങൾ. കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം വലിയുടുകാട് ശ്മശാനത്തിൽ അടക്കം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നിയമപരമായ രേഖകൾ ബന്ധുക്കൾ ഹാജരാക്കിയതോടെയാണ് പോലീസ് മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നത്. ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ എങ്ങനെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചെന്ന് പ്രാഥമിക വിവരം പോലീസിന് കൈമാറാനായിട്ട് പോലീസ് സർജന് സാധിച്ചിട്ടില്ല. മൃതദേഹത്തിന്റെ കാലപ്പഴക്കമാണ് ഈ വിവരം കണ്ടെത്താനായിട്ട് തടസ്സമായതെന്നുള്ളതാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതെന്നുള്ള വിവരം പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ. നിലവിൽ കേസിലെ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലൊരാൾ കുട്ടിയുടെ അമ്മയാണ്. കുട്ടിയുടെ അമ്മയെ ആശുപത്രിയിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വിടുതൽ നൽകിയ ശേഷം സബ് ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇന്ന് ഉച്ചകഴിഞ്ഞ് നല്ല മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ പറയും. പ്രജിൻ, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കൂടാതെ സംസ്ഥാനത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. നാളെയും 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ തെക്കൻ കേരളം അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലിൽ പോകുന്നതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 16-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഒപ്പം ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ ഇടിമിന്നലിനുമുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രജിൻ, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. തർക്കം ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ ക്യാമറ തകർക്കും എന്നായിരുന്നു ഭീഷണി. ഷഫീദ് റാവുത്തർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഈ തർക്കത്തിന് കാരണം എന്താണ്? ഒപ്പം ജീവനക്കാർ സംഘം തിരിഞ്ഞോടെ നിൽക്കുന്നത് കാണാം. അവർ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രോശിക്കുന്നുണ്ടല്ലോ. എന്താണ് സംഭവം? ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. അതായത് ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകർ മടങ്ങാനായിരിക്കുമ്പോഴായിരുന്നു സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. ഇത് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. പ്രധാനമായും മീഡിയ വൺ ചാനലിലെ റിപ്പോർട്ടറും ക്യാമറാമാനുമാണ് ഇതിൽ ഈ കയ്യേറ്റ ശ്രമം കാര്യമായി ഉണ്ടായത്. തുടർന്ന് മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. ഈ ജീവനക്കാരുടെ തർക്കം അത് ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും കൈവയ്ക്കുമെന്നും ഭീഷണി ഉണ്ടായി. എന്നാൽ ഇതിൽ ഈ ചില സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെത്തി മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അനുനയിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരടക്കം വലിയ തരത്തിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ തർക്കത്തിന് കാരണമായ സംഭവം അത് പുറത്തുവിടാൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തയ്യാറായിട്ടുമില്ല. പ്രജിൻ, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PV അൻവർ MLA കക്കാടംപൊയിലെ റിസോർട്ടിനെതിരെ ജില്ലാ കളക്ടറുടെ നടപടി. കാട്ടരുവി തടസ്സപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 മാസത്തിനകം പൊളിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, വിശദാംശങ്ങൾ പറയും.
പ്രജിൻ, കോഴിക്കോട് കക്കാടംപൊയിലാണ് PV അൻവർ MLA-യുടെ PVR നാച്ചുറൽ റിസോർട്ട് ഉള്ളത്. ഇവിടെയാണ് കാട്ടരുവി തടഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ നിർമ്മാണങ്ങൾ 1 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ടുള്ള സ്നേഹിൽ കുമാർ IAS പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. കാലവർഷത്തിൽ ദുരന്ത സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി ഈ ഉത്തരവിൽ പറയുന്നു. ഒന്നെങ്കിൽ ഈ കമ്പനി അധികൃതർ സ്വയം പൊളിച്ചു നീക്കണം, അല്ലാത്ത പക്ഷം കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി ഇത് പൊളിച്ചു നീക്കിയ ശേഷം ഇതിന് ചിലവാകുന്ന തുക ഈ കമ്പനി അധികൃതരിൽ നിന്നും ഈടാക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. 2023 കേരള ഇറിഗേഷൻ ആക്ട് പ്രകാരം കൂടിയാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് 18-ന് കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ്. പ്രജിൻ, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ തോക്കുമായി കളിക്കുന്നതിനിടെ ഒരു വീട്ടിലെ 2 കുട്ടികൾ വെടിയേറ്റ് മരിച്ചു. 17-കാരനാണ് അബദ്ധത്തിൽ വെടിയുതിർത്തത്. തോക്കുമായി കളിക്കുന്നതിനിടെയാണ് സംഭവം. കുട്ടികളിൽ ഒരാൾ അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചു. പിന്നാലെ 17-കാരൻ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. വടക്ക് കിഴക്കൻ ഹൂസ്റ്റണിലെ ഹാർഡി സെന്ററിന് സമീപമുള്ള ആർട്ടോ സെന്ററിലെ അപ്പാർട്ട്മെന്റിലാണ് ദുരന്തമുണ്ടായത്. 17-കാരൻ സഹോദരങ്ങളെ കാണിക്കാൻ തോക്ക് പുറത്തെടുത്തു. ഇതിനിടെ ഇളയ സഹോദരൻ ട്രിഗർ വലിച്ചതിനെ തുടർന്ന് 11-കാരന് വെടിയേൽക്കുകയായിരുന്നു. സംഭവ സമയത്ത് കുട്ടികളുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ 17-കാരന്റെ കൈവശം തോക്കുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. പരിഭ്രാന്തനായ 17-കാരൻ തോക്കുമായി വനപ്രദേശത്തേക്ക് ഓടി. തുടർന്ന് യുവാവ് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തോക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്നതിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 24 USA. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. വായ്പക്കാരിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അലക്സ്, നേരത്തെ തന്നെ ഈ രീതിയിൽ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് കേരള ബാങ്ക് മാതൃകാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബാങ്ക് ഭരണസമിതി പ്രധാനപ്പെട്ട ഒരു യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഒപ്പം ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട തീരുമാനം ബാങ്ക് ഭരണസമിതി യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈട് നൽകിയ വീടും വസ്തുവകളും നഷ്ടപ്പെട്ട മുഴുവൻ പേരുടെയും ഇത്തരം വായ്പകളും മറ്റുമൊക്കെ എഴുതിത്തള്ളും എന്നുള്ളതാണ് നിലവിൽ കേരള ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരത്തെ നൽകിയിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളതായി ബാങ്ക് അധികൃതർ അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.